നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നന്ദിനി, ഇതെന്തിനാ നമ്മളെ ബുദ്ധിമുട്ടി ഉണ്ടാക്കുന്നത്? അവർക്ക് നമ്മളെന്ന് ഒട്ടും ഇഷ്ടമല്ലല്ലോ. ഞാനും ഇത് തന്നെയാ ചേച്ചിയോട് ചോദിച്ചേ. ആ മുതലാളി സൂര്യസേർ മാത്രമേ കൊള്ളാവുന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം കണക്കാ. അതെ, അവരിനി നിങ്ങളായിട്ട് നന്നാക്കാൻ നോക്കണ്ട. അവര് വന്ന് കുറച്ചു ദിവസം നിന്നു, അതുപോലെ സന്തോഷത്തോടെ തിരിച്ചു പോന്നു. മോളെ, നമ്മൾ ഈ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ അവര് കഴിക്കുവോ? കഴിക്കും മുത്തശ്ശി. അവർക്കിതൊക്കെ എവിടെ നിന്ന് കിട്ടാനാ? ഈ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങളല്ലേ അവർക്ക് പരിചയമുള്ളൂ. ആ, ഇനി വേറെ ആര് കഴിച്ചില്ലെങ്കിലും മുതലാളിയും കഴിക്കും, സൂര്യസാറും കഴിക്കും. അതെനിക്ക് ഉറപ്പാ. അച്ഛാ, പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തല്ലോ അല്ലേ? കൊടുത്തൂന്നല്ല, അതൊക്കെ അച്ഛൻ രണ്ടാമതൊന്ന് നോക്കിയോ? രാവിലെ ഇനി ഓരോന്നും പറഞ്ഞ് ഓടേണ്ടി വരരുത്. പൂജയുടെ കാര്യം വിട്ടേക്ക്, അതെല്ലാം റെഡിയാണ്. മുതലാളിയുടെ ആഗ്രഹം പോലെ വഴിപാടും കഴിച്ച് മനസ്സ് നിറഞ്ഞ് അവർ തിരിച്ചു പോകേണ്ടത്. നമുക്കതേ വേണ്ടു. അവിടത്തെ കാര്യങ്ങളെല്ലാം ശരിയായി മോളെ. ഇതിപ്പോ കഴിയോ അച്ഛാ? നന്ദിനി, യതീന്ദ്രദാസും കുടുംബം എപ്പോഴാ എത്തുക? അവര് പുറപ്പെട്ടിട്ടുണ്ട്, ഇപ്പൊ ഇങ്ങ് എത്തും. നമസ്കാരം തിരുമേനി. ചിലമ്പൊരുക്കം നടക്കുന്ന പല ഘട്ടങ്ങളിലും ഞാൻ യതീന്ദ്രദാസിനെ തിരക്കാറുണ്ട്. തിരക്കാണ്. പൂജ തുടങ്ങാനുള്ള മുഹൂർത്തമായി. എന്നാ പിന്നെ ആരംഭിക്കല്ലേ? ഓ